നമസ്കാരം സുഹൃത്തുക്കളെ. ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ചയായ ഒരു സിനിമയാണ് കേരള സ്റ്റോറി. ചിലര് പറയുന്നു ഇത് യഥാർത്ഥ കഥയാണ്, മറ്റു ചിലര് പറയുന്നു ഇത് കേരളത്തെ തെറ്റായി ചിത്രീകരിക്കുന്നു. അപ്പോൾ സത്യമെന്താണ്? ഇന്നത്തെ വീഡിയോയിൽ നാം വികാരമല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിഷയം ശാന്തമായി പരിശോധിക്കാം. ഔദ്യോഗിക കണക്കുകൾ, പൊതുവായി ലഭ്യമായ വിവരങ്ങൾ, യഥാർത്ഥ കേരളത്തിന്റെ സാമൂഹിക ചിത്രം, ഇവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശകലനമാണിത്. വീഡിയോ തുടങ്ങുന്നതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഫാക്ട് ബേസ്ഡ് വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ വിഷയം തുടങ്ങാം. കേരള സ്റ്റോറി സിനിമ പുറത്തിറങ്ങിയപ്പോൾ പ്രധാനമായും ഉയർന്ന വിമർശനമിതായിരുന്നു: സിനിമയിൽ കാണിക്കുന്ന ചില സംഭവങ്ങളും കണക്കുകളും കേരളത്തിന്റെ യഥാർത്ഥ സാമൂഹിക സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് ചില വിമർശകർ സൂചിപ്പിക്കുന്നതാണ്. സിനിമയിൽ അവതരിപ്പിക്കുന്ന ചില ഗുരുതര ആരോപണങ്ങൾ വലിയ ചർച്ചയ്ക്കിടയാക്കി. പക്ഷേ ഈ ആരോപണങ്ങൾക്കുള്ള ഔദ്യോഗിക തെളിവുകൾ എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ പൊതുവായി ലഭ്യമായ പല റിപ്പോർട്ടുകളും വളരെ പരിമിതമായ സ്ഥിരീകരിച്ച കേസുകളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വിവിധ വിശകലനങ്ങൾ പറയുന്നു. സിനിമയിൽ പരാമർശിക്കുന്ന വലിയ കണക്കുകൾക്ക് ശക്തമായ ഔദ്യോഗിക അടിസ്ഥാനമില്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഇതു മനസ്സിലാക്കാൻ നമുക്ക് യഥാർത്ഥ കേരളത്തിന്റെ ചില അടിസ്ഥാന വിവരങ്ങൾ നോക്കാം. കേരളം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. ഏകദേശം 96% മുകളിൽ. ആരോഗ്യ സൂചികകളിലും മനുഷ്യവികസന സൂചികയിലും വിദ്യാഭ്യാസ നിലവാരത്തിലും കേരളം രാജ്യത്തെ മുന്നിലുള്ള സംസ്ഥാനങ്ങളിലൊന്നായി പല പഠനങ്ങളും സൂചിപ്പിക്കുന്നു. കേരളത്തിന്റെ സാമൂഹിക ഘടന വളരെ വൈവിധ്യമാർന്നതാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സമൂഹങ്ങൾ നൂറുകണക്കിന് വർഷങ്ങളായി ഇവിടെ ഒരുമിച്ച് ജീവിച്ചു വരുന്നു. സാമൂഹിക പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് പറയാനാകില്ല, അതേത് സമൂഹത്തിലും പോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൊതുവെ സമാധാനപരമായ സഹവർത്തിത്വമാണ് കേരളത്തിന്റെ പ്രധാന സവിശേഷതയായി പല സാമൂഹിക പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ സിനിമയെക്കുറിച്ചൊരു പ്രധാന കാര്യം മനസ്സിലാക്കണം. സിനിമ ഒരു കലാരൂപമാണ്. പല സിനിമകളും ട്രൂ ഇവന്റ്സ് ഇൻസ്പയർഡ് എന്ന് പറഞ്ഞാലും കഥയെ നാടകീയമാക്കാൻ സംവിധായകർ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ലളിതമാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു സിനിമയെ മുഴുവൻ യഥാർത്ഥ സാമൂഹിക പ്രതിനിധാനമായി കാണുന്നത് എല്ലായ്പ്പോഴും ശരിയായ സമീപനമാവണമെന്നില്ല. ചില നിയമപരമായ നിരീക്ഷണങ്ങളിലും ഈ വിഷയത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. സിനിമയെ ഒരു ഡ്രമറ്റൈസ്ഡ് അവതരണമെന്ന നിലയിൽ കാണണമെന്ന് അഭിപ്രായങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് സിനിമയിൽ കാണിക്കുന്ന ഓരോ കാര്യവും ഔദ്യോഗിക ചരിത്രരേഖയായി കാണേണ്ടതില്ല. അപ്പോൾ യഥാർത്ഥ കേരളം എന്താണ്? യഥാർത്ഥ കേരളം ഉയർന്ന വിദ്യാഭ്യാസമുള്ള സമൂഹം, മികച്ച ആരോഗ്യ സംവിധാനം, ശക്തമായ പ്രവാസി സമ്പദ്വ്യവസ്ഥ, വിനോദസഞ്ചാരത്തിന് ലോകപ്രശസ്തമായ പ്രകൃതി സൗന്ദര്യം, മതവൈവിധ്യത്തോടെ സഹവർത്തിത്വം, ഇവയെല്ലാം ചേർന്ന ഒരു സങ്കീർണവും വികസിതവുമായ സമൂഹമാണ്. അതോടൊപ്പം മറ്റേത് സമൂഹത്തിലും പോലെ കേരളത്തിനും ചില വെല്ലുവിളികളുണ്ട്. തൊഴിലില്ലായ്മ, മയക്കുമരുന്ന് പ്രശ്നങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടങ്ങിയവ. പക്ഷേ ഏതെങ്കിലും ഒറ്റ സംഭവത്തെ എടുത്ത് മുഴുവൻ സംസ്ഥാനത്തിന്റെ പ്രതിച്ഛായയായി കാണുന്നത് ശാസ്ത്രീയമായോ സാമൂഹികമായോ ശരിയായ രീതിയല്ല. അതുകൊണ്ട് ഒരു ഉത്തരവാദിത്തമുള്ള പ്രേക്ഷകനായി നാം ചെയ്യേണ്ടത് സിനിമ കാണുക, പക്ഷേ ഫാക്ട് ചെക്ക് ചെയ്യുക. ഔദ്യോഗിക ഡാറ്റ നോക്കുക. ഒരേ ഒരു ഉറവിടം മാത്രം ആശ്രയിക്കരുത്. വിവരകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് ക്രിട്ടിക്കൽ തിങ്കിംഗ് ആണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഏതെങ്കിലും സിനിമയോ സോഷ്യൽ മീഡിയ ഉള്ളടക്കമോ കണ്ട ശേഷം ഒരു സംസ്ഥാനത്തെയോ ഒരു സമൂഹത്തെയോ മുഴുവൻ വിധി പറയുന്നത് ശരിയായ സമീപനമല്ല. തെളിവുകൾ, കണക്കുകൾ, സ്വതന്ത്ര പഠനങ്ങൾ, ഇവയെ അടിസ്ഥാനമാക്കി മാത്രം നിഗമനമുണ്ടാക്കണം. കേരളം അതിന്റെ എല്ലാ ശക്തികളും ദൗർബല്യങ്ങളും ചേർന്ന ഒരു സങ്കീർണ സമൂഹമാണ്. ഒരു സിനിമ കൊണ്ട് അത് മുഴുവനായി വിശദീകരിക്കാനാവില്ല. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള ഫാക്ട് ബേസ്ഡ് വിശകലനങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ വീണ്ടും വരും മറ്റൊരു വിഷയവുമായി. നന്ദി.